നവമി, ഇപ്പോൾ രഞ്ജിത്തിനൊപ്പം മറ്റാരൊക്കെയാണ് ഉള്ളത്? ആശുപത്രിയിലും ഒപ്പം പോലീസ് സ്റ്റേഷനിലുമൊക്കെ ചലച്ചിത്ര പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടോ? നവമി വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നവമി, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ സഹപ്രവർത്തകരുടെ ഒരു പിന്തുണ രഞ്ജിത്തിന് ഈ ഘട്ടത്തിലുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരാണ് ഒപ്പമുള്ളത്? ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണോ? രഞ്ജിത്ത്, ഇതിപ്പോൾ ഇന്നലെ രാത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് രഞ്ജിത്തിനെ ആശുപത്രിയിൽ എത്തി കാണുന്നതിന് വേണ്ടി രണ്ട് സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഒന്ന് ബാദുഷയും ഉണ്ടായിരുന്നു, മറ്റേത് സിനുലാലും ഉണ്ടായിരുന്നു, സിനുലാലും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആശുപത്രിയിൽ എത്തി രഞ്ജിത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തതിന്, മരുന്നടക്കമുള്ളവ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് പുലർച്ചെയായിരുന്നു ഇവർ ആശുപത്രിയിൽ നിന്നും മടങ്ങിയത്. രഞ്ജിത്ത് എന്തായാലും ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ രഞ്ജിത്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം പോലീസ് ജീപ്പ് മറ്റൊരിടത്തേക്ക് പോയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് വരും മിനിറ്റുകളിൽ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമാകും. ഇവിടേക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ടൗൺ സ്റ്റേഷനിലേക്ക്, വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു ആദ്യം നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർ അടങ്ങുന്ന സംഘം ഇവിടെ എത്തി. പക്ഷേ ഇവിടേക്ക് വന്നതിന് ശേഷം രഞ്ജിത്തിനെ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ എവിടെയാണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമായി മറുപടി പോലീസിൽ നിന്നും ലഭിക്കുന്നതുമില്ല. എന്തായാലും രഞ്ജിത്തിനെ ആശുപത്രിയിൽ നിന്ന് അല്പസമയം മുൻപാണ് ആശുപത്രിയിൽ നിന്നും പുറത്തിറക്കിയത്. ആശുപത്രിയിൽ നിന്ന് ഇറക്കിയ ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു പറഞ്ഞത്. അതീവ രഹസ്യമായി തന്നെയാണ് പോലീസിന്റെ ഈ അന്വേഷണം തുടക്കം മുതൽ കടന്നത്. പ്രത്യേകിച്ച് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് ഈ പോലീസിൽ അടുത്ത ബന്ധമുണ്ട്, അതായത് അടുത്ത ബന്ധു തന്നെ പോലീസിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും വേഗം പോലീസ് തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ രഞ്ജിത്തിന് രക്ഷപ്പെടാനുള്ളൊരു സാധ്യത ഒരുക്കി കൊടുക്കാതെ മുൻകൂർ ജാമ്യം, കാരണം നമ്മൾ രണ്ട് കേസിലും നമ്മൾ കണ്ടതാണ്. മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ രഞ്ജിത്തിനെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാതെ, ഒരു ചോദ്യം ചെയ്യലിന് പോലും വിളിപ്പിക്കാത്ത തരത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നു. പക്ഷേ ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായി തന്നെ പഴുതടച്ച ഒരു അന്വേഷണം, കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, അതീവ രഹസ്യമായി യുവതി രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്കൊക്കെ പോയി പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു രഞ്ജിത്ത്. അതിനൊക്കെ ഏറ്റവും ഒടുവിലാണ് ഈ അറസ്റ്റിലേക്ക്, നാടകീയമായിട്ടുള്ള ഒരു അറസ്റ്റിലേക്ക് പോലും പോലീസ് എത്തപ്പെട്ടത്.